Things I wanna be to survive this cold is making me divine. And the heat you spread is only thing that make me wanna be സർ, കുറച്ച് മുമ്പാണ് കൊലപാതകം നടന്നിരിക്കുന്നത്. എനി വിറ്റ്നസ്? നോട്ട് യെറ്റ്. ഇതുവരെ ആരും വിറ്റ്നസ് ആണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ ഫൈൻ. ഫോറൻസിക്കാർ വന്ന് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി കൊണ്ടുപോകാൻ പറയും. ആൻഡ് അതിനുശേഷം ആരും ഇങ്ങോട്ടേക്ക് കയറാൻ പാടില്ല. സീൽ എവരിവെയർ. യെസ് സർ. ആരാ അത്? ആരാണെങ്കിലും മര്യാദയ്ക്ക് പുറത്തു വന്നു. മര്യാദയ്ക്ക് പുറത്ത് വരാനാ പറഞ്ഞത്. ഓർ ഐ വിൽ ഷൂട്ട് യു. ഏയ് നിക്കടാ അവിടെ. നിന്നോടല്ലേ നിൽക്കാൻ പറഞ്ഞത്. ആരാ നീ? എന്നൊന്നും ചെയ്യരുത്. എന്നെ അവർക്ക് കാണിച്ചു കൊടുക്കരുത്. ഞാനെന്താ ചെയ്തത്? ഞാൻ ഇവിടെ മോഷ്ടിക്കാൻ കയറിയതാ. മോഷ്ടിക്കാനാണോ കൊല്ലാനാണോ കയറിയതെന്ന് നീ അങ്ങ് കോടതി പറഞ്ഞാൽ മതി. പ്ലീസ് ട്രസ്റ്റ് മീ. എനിക്കിതുമായിട്ട് ഒരു ബന്ധവുമില്ല. എനിക്ക് നിങ്ങളുടെ സഹായം വേണം പ്ലീസ്. വൈ ഷുഡ് ഐ ഹെൽപ്പ് യു? കാരണം ഇതാരാ ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നീ പോലീസ് സ്റ്റേഷനിൽ പോയി മൊഴി കൊടുക്കണം. അല്ലാതെ ഇവിടെ ഒളിച്ചിരുന്നിട്ടൊരു കാര്യമില്ല. വാ. അത് പറ്റില്ല. നിങ്ങളുടെ കൂടെയുള്ള ഒരാൾ തന്നെയാണ് ചെയ്തത്. ഐ സോ ഹിസ് യൂണിഫോം. വാട്ട്? ഇതേ കൂടുതൽ ഞാൻ നിങ്ങളെ സഹായിക്കില്ല. എന്നെ സഹായിക്കാമെന്ന് വാക്ക് തരാതെ. വിൽ യു ഹെൽപ്പ് മീ? ഈ കൊലപാതകമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഞാൻ ഈ മൊഴി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആ കൊലപാതകി ചിലപ്പോൾ എന്നെയും കൊല്ലാൻ നോക്കിയെന്ന് വരും. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും, പക്ഷേ നിങ്ങൾ എന്നെ സഹായിക്കണം. അങ്ങോട്ട് മാറിയേക്ക. സർ, ഫോറൻസിക്കാരെല്ലാം കംപ്ലീറ്റ് ചെയ്തു. ബോഡി കൊണ്ടുപോകാൻ പറയട്ടെ? ഫൈൻ. എല്ലാവരും സീൽ ചെയ്തേക്ക്. വേറെ ആരും ഇങ്ങോട്ട് കയറാൻ നോക്കണം. യെസ് സർ. കം വിത്ത് മീ. ഗെറ്റ് ഇൻ. എങ്ങോട്ടാ? കള്ളന്മാർക്ക് ഒളിച്ചിരിക്കാൻ ഏറ്റവും സേഫ് ആയിട്ടുള്ള പ്ലേസ് എവിടെയാണോ അങ്ങോട്ട്. അതെവിടെ? ടു മൈ ഹോം. നിന്നെന്തെങ്കിലും അവിടെ ആരും വന്ന് സെർച്ച് ചെയ്യാൻ പോകുന്നില്ല. വാട്ട് നൗ? നീ എന്നോട് സഹായം ചോദിച്ചത്. ഇപ്പം എന്താ കൂടാതെ ഒരു മടി?
യു ആർ ഗോൺ ടേക്ക് എ നൈഫ്, യു ആർ ദ ഓൺലി വിറ്റ്നസ്. നിന്നെ ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, സോ ഗെറ്റ് ഇൻ. നോക്കി പേടിപ്പിക്കാനാണോ? പേടിക്കത്തില്ല. കയറിക്കോ. സീറ്റ് ബെൽറ്റ്. അതിങ്ങതാ എന്ത്? മൈ വാലറ്റ്. നീ അത് എൻ്റെ നേരത്തെ ഞാൻ അറിഞ്ഞിട്ടില്ലെന്ന് വിചാരിക്കണ്ട. സോ ഗിവ് ഇറ്റ് ബാക്ക്. ഹെൽപ്പ് ചെയ്യാൻ വന്ന ആളുടെ തന്നെ പോക്കറ്റ് അടിക്കുന്നത് കുറച്ച് കൂടുതലല്ലേ? സോറി. ഗുഡ് ഫോർ യു. കയറി വാ. പിന്നെ ഇവിടെ ഞാൻ അടുക്കി വെച്ചിരിക്കുന്ന ഒരു സാധനങ്ങളും തുടരുത്, ഒന്നും മാറ്റി വെക്കരുത്, കേട്ടല്ലോ? ഞാനിവിടെ നിൽക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഞാൻ എൻ്റെ സ്ഥലത്തേക്ക് തിരിച്ചു പോയിക്കോളാം. വാട്ട് എവർ. നീ ഇവിടെ നിന്നാലും പോയാലും ഐ ഡോണ്ട് കെയർ. ബട്ട് നീ പറഞ്ഞ പോലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ആരെങ്കിലും ഇതുപോലൊരു കൊലപാതകം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കണ്ടുപിടിക്കും. അത് നിൻ്റെ സഹായത്തോടെ ആയാലും അല്ലാതെ ആയാലും. ആൻഡ് ദ മെയിൻ തിങ് ഈസ്, നീ ഇവിടെ നിന്ന് പോയിട്ട് വേറെ ഏതെങ്കിലും പോലീസുകാർ നിന്നെ പിടിച്ചാൽ അവർ ഞാൻ നിന്നെ കേൾക്കാൻ നിന്ന പോലെ കേൾക്കാൻ നിൽക്കണമെന്നില്ല. നിന്നെ അപ്പോഴേ തൂക്കിയെടുത്ത് ജയിലിലിടും. അത് വേണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്റ്റേ ഹിയർ. അതല്ല പോയേ പറ്റുള്ളൂ എന്നാണെങ്കിൽ യു ക്യാൻ ഗോ. മരിച്ചതാരാണെന്ന് ഇതുവരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. ഇൻ കേസ് ഇത് ചെയ്തത് ഏതെങ്കിലും വലിയ ആളാണെങ്കിൽ ഈ കേസ് അവർ പെട്ടെന്ന് ക്ലോസ് ചെയ്യാനേ നോക്കും. സോ ഒരു വിറ്റ്നസിനെ കിട്ടിയാൽ അയാളെ വേണമെങ്കിൽ അവർ ക്രിമിനലാക്കും. വേണമെങ്കിൽ കേട്ടാൽ മതി, എനിക്ക് നിർബന്ധമൊന്നുമില്ല. വരുന്നുണ്ടോ ഇല്ലയോ? രണ്ടായാലും ഞാനിപ്പോൾ അകത്ത് കയറി വാതിലടയ്ക്കും. പിന്നെ കയറുകയാണെങ്കിൽ ഷൂസ് പുറത്തിട്ടിട്ട് കയറണം. എനിക്കകത്ത് പൊടി കയറുന്നത് ഇഷ്ടമല്ല. ദാ അവിടെ ഗസ്റ്റ് റൂമുണ്ട്, നിനക്ക് അവിടെ കിടക്കാം. പിന്നെ ഇവിടെ നിന്ന് ഒരു സാധനങ്ങൾ അടിച്ചു മാറ്റാൻ നോക്കണ്ട. എല്ലാം എവിടെ എങ്ങനെയൊക്കെയാണ് വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഓക്കെ? എനിക്കൊരബദ്ധം പറ്റി, സോറി. ഇനി ഞാൻ തൻ്റെ ഒരു സാധനങ്ങളും എടുക്കാൻ വരില്ല. ഓക്കെ? ഇടയ്ക്കിടയ്ക്ക് അത് പറയണമെന്നില്ല. ഞാൻ നിങ്ങളെ കൊലപാതകയെ കണ്ടുപിടിക്കാൻ സഹായിക്കാനാവുന്നത്. എന്നിട്ട് താനെന്താ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാനെന്താ തൻ്റെ ശത്രുവാ? ഒന്നുമില്ലെങ്കിലും താനൊരു പോലീസുകാരനല്ലേ. സത്യം ഏതാ കള്ള ഏതാന്ന് അറിഞ്ഞിട്ട് ഒരാളെ കുറ്റപ്പെടുത്തിയാൽ പോരെ? മിസ്റ്റേക്ക് നമ്പർ 1, ഞാനൊരു പോലീസല്ല, ഐ എം എ ഡിറ്റക്റ്റീവ്. ചില കേസുകളിൽ പോലീസുകാർ ഞങ്ങളെ കൺസൾട്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കേസിൽ ഇൻവോൾവ് ആയിട്ടിരിക്കുന്നത്. ഓക്കെ? ആൻഡ് നമ്പർ 2, ക്രൈം സീനിൽ നിന്ന് സംശയാസ്പദമായി ഞാൻ കണ്ടിട്ടുള്ളത് നിന്നെ മാത്രം, അല്ലാതെ വേറെ ആരെയും ഞാൻ അവിടെ കണ്ടിട്ടില്ല. ഞാനെങ്ങനെ വിശ്വസിക്കും നീ അവിടെ മോഷ്ടിക്കാൻ തന്നെയാണോ കയറിയത് അതോ കൊല്ലാനാണോ കയറിയതെന്ന്? സോ എൻ്റെ മുന്നിൽ നിനക്കിപ്പോൾ 3 പേരുകളുണ്ട്. ഒന്ന് കള്ളി, നീ അവിടെ മോഷ്ടിക്കാൻ കയറിയതാണ്. 2 ദൃക്സാക്ഷി, നീ അറിയാതെ ആ കൊലപാതകം കണ്ട ഒരാളാണ്. 3 കൊലപാതകി, നീ അവിടെ കൊല്ലാൻ വേണ്ടി തന്നെ കയറിയതാണ്. ഇതിൽ 3 ഏതും ആകാം. സോ ആ കാര്യത്തിലൊരു തീരുമാനമാകാതെ നിന്നെ ഞാൻ വിശ്വസിക്കുമെന്ന് നീ വിചാരിക്കണ്ട. ഓക്കെ? പിന്നെ എന്നെ നീ ഉപദ്രവിക്കുമെന്നോ കൊല്ലാൻ നോക്കുമെന്നോ ഇവിടെ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ നീ അടിച്ചു മാറ്റുമെന്നോ ഒന്നും എനിക്ക് പേടിയില്ല. കാരണം ഇതിലേത് നടന്നാലും നിന്നെ പൂട്ടാനുള്ള ഒരു വഴി വെച്ചിട്ടേ ഇതേത് നടക്കും.
മനസ്സിലായോ? സോ ഇപ്പോൾ നീ പോയി കിടന്നുറങ്ങും. നാളെ രാവിലെ ഞാൻ നിന്നെ ഓഫീസിലേക്ക് കൊണ്ടുപോകും. അവിടേക്ക് പോലീസുകാർ വരാറും പോകാറുമുണ്ട്. അക്കൂട്ടത്തിലെ ഏതെങ്കിലും ആളാണ് നീ സംശയിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്നോട് അപ്പോഴേ പറയണം. സോ ആ ആളെ കണ്ടുപിടിക്കാനാണ് നാളെ ഞാൻ നിന്നെ കൊണ്ട് അവിടെ പോകുന്നത്. അല്ല, ഞാനെങ്ങനെ തൻ്റെ കൂടെ വരുന്നത്? ഞാൻ ആരാണെന്ന് ചോദിച്ചാ അതാരെങ്കിലും ചോദിക്കുമ്പോഴല്ലേ, അതപ്പം നോക്കാം. തൻ്റെ പേരെന്താ? ഇവാൻ ഐസക്. ഓക്കെ, ഐ എം അന്നബെല്ല. നിന്റെ കൈ കാണിക്കേ. നിന്റെ കൈയൊക്കെ മുറിഞ്ഞിരിക്കുമല്ലായിരുന്നോ? മരുന്ന് വെച്ചിട്ടണം, ലീസെപ്റ്റിക് ആവും. ഇതാ. കുറച്ചു മുമ്പ് വരെ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് ഇപ്പൊ ഈ സഹതാപത്തിന്റെ കാര്യം എന്താ? എനിക്കാർക്കും മുറിവ് പറ്റിയിരിക്കുന്ന ഇഷ്ടമല്ല, അത്രേ ഉള്ളൂ. അതാരായാലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. നിനക്ക് വേണ്ട സാധനങ്ങളൊക്കെ നാളെ പോകുമ്പോൾ വാങ്ങിക്കാം. ഇപ്പം കിടന്നുറങ്ങിക്കോ, രാവിലെ വിളിക്കാം. ഇയാൾക്ക് രാത്രിയായ ബാധ കയറും. എന്തോ ഒരു മാറ്റം. എത്തിയില്ലവിടെ. ഇവാൻ, എൻ്റെ സെക്ഷനിലേക്കൊന്ന് വന്നേ. എന്നെ എന്തിനാ വിളിപ്പിച്ചത്? പുറത്തുള്ള ആരെയും ഓഫീസിലേക്ക് കൊണ്ടുവരാൻ പാടില്ലെന്ന് നിനക്കറിയില്ലേ? ഹൂഷി, അവൾക്ക് എന്താ ഇവിടെ കാര്യം? അവൾക്ക് ഓഫീസ് കാണണമെന്ന് പറഞ്ഞു, കൊണ്ടുവന്നു. ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ? ഇതെന്ത് ഓഫീസാണെന്ന് നിനക്കറിയോ? ഇവിടെ ആരെയൊക്കെ കൊണ്ടുവരാമെന്ന് നിനക്കറിയോ? ആൻഡ് ഏതേലും ഒരു പെണ്ണ് ഒരു ദിവസം വെറുതെ വന്ന് ഓഫീസ് കാണണമെന്ന് പറഞ്ഞാൽ നീ ഇങ്ങ് കൊണ്ടുവരുമോ? ഷീസ് മൈ വൈഫ്. ഇനഫ്. But you are not married. പെട്ടെന്ന് നടന്നൊരു കല്യാണമായിരുന്നു. 2 ദിവസം ആയിട്ടുള്ളൂ. ആരെയും വിളിച്ചില്ല, അറിയിക്കണമെന്ന് തോന്നിയില്ല. സ്റ്റിൽ നിന്റെ വൈഫിനോടെ കൊണ്ടുവരേണ്ട കാര്യം? എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, ആൻഡ് യു നോ ദാറ്റ് വെരി വെൽ.
വർക്കിനിടയ്ക്ക് ഞാൻ ചിലപ്പോൾ എൻ്റെ ടാബ്ലറ്റ്സ് സ്കിപ്പ് ചെയ്യാറുണ്ട്. ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ മൈ ഹെൽത്ത്, റൈറ്റ്? അവളായിട്ട് വന്നതാ എന്നെ നോക്കാൻ. ഹൗ ക്യാൻ ഐ സേ നോ? നീ പറ, ഇവൻ പറയുന്നത് കൊള്ളതാണോ? അതെ, ഞാനാ വരണമെന്ന് പറഞ്ഞത്. നിനക്ക് മാത്രം വേണമെങ്കിൽ ഇവിടെ ഒരു ഇളവ് തരാം. കൺഗ്രാറ്റ്സ് ഫോർ യുവർ വെഡിങ്. ആൻഡ് ന്യൂലി വെഡഡ് കപ്പിൾസ് ആണെന്ന് കരുതി നെവർ ഡെയർ ടു യൂസ് മൈ ഓഫീസ് ഫോർ യുവർ പ്രൈവറ്റ് ബിസിനസ്. യു ഗെറ്റ് ദാറ്റ്? Meaning what? You know what I mean. Isn't it rude? ഞങ്ങളുടെ വിവാഹം ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. സോ നമുക്ക് നമ്മുടെ പ്രൈവറ്റ് ടൈം കാണില്ലേ? കാണും, പക്ഷെ ഓഫീസിൽ പാടില്ല. ഇഫ് യു വാണ്ട് ടു ഡു എനിത്തിങ് വിത്ത് യുവർ വൈഫ്, അതങ്ങ് വീട്ടിൽ മതി, നോട്ട് ഇൻ ഓഫീസ് അവേഴ്സ്. ഇറ്റ്സ് ഓക്കെ ഡ്യൂഡ്. ഇവിടുത്തെ റെസ്റ്റ് റൂം ഒഴിവല്ലേ? What? ഇവാൻ, You're just my colleague, not my boss. So, just stay out of my way. Bella, വാ. ഇയാൾ എന്തൊക്കെയാണ് പറഞ്ഞേ? യു ആർ സോ ബ്ലണ്ട്. Well, none of your business. ഇറ്റ് ഈസ് മൈ ബിസിനസ്. എന്തൊക്കെയാ പറഞ്ഞത്? ഞാനെപ്പോഴാണ് നിങ്ങളുടെ വൈഫായത്? പിന്നെന്താ ഞാൻ അവിടെ പറയണ്ടേ? That you are a suspect? This is a private detective office. അല്ലാതെ അമ്പലമൊന്നുമല്ല. നീ ഒരു ക്രിമിനലാണെന്ന് പറഞ്ഞാൽ എന്നെക്കാലം മുമ്പേ അവർ നിന്നെ പിടിച്ച് ജയിലിലിടും. അത് മതിയെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ് തിരുത്തി പറയാം. വേണോ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അല്ല, ഇപ്പൊ സംസാരിച്ച ആ ഓഫീസർ ആരാ? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? Well, I think that's none of your business. എന്ത് ചോദിച്ചാലും നൺ ഓഫ് യുവർ ബിസിനസ്. ഇയാളുടെ തൊണ്ടയിൽ ഇതെന്താ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുവാണോ? ആ ക്വസ്റ്റ്യൻ ആൻസർ നീ ഡിസേർവിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? നീ അറിയേണ്ടതാണെങ്കിൽ മാത്രം നീ അറിഞ്ഞാൽ മതി. മേ ബി നോട്ട്. ഉത്തരം ഡിസേർവിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഷൂട്ട്. ഓഫീസ് അവേഴ്സിൽ മറ്റ് ബിസിനസ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞപ്പോൾ താനെന്താ പറഞ്ഞേ? റെസ്റ്റ് റൂമിൽ പൊക്കോളാമോ? Yeah. What about that? തൻ്റെ ഉദ്ദേശം എന്താ? യു ആർ സോ ബ്ലണ്ട്. I mean it. I will never bite you until you want me to. Do what? Of course I am. ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ ഇനി കുറച്ച് നേരം ആ വാർഡ് മിണ്ടാതിരിക്കും. എനിക്ക് ബോക്സ് ഉണ്ട്. I don't have time to waste for a suspect. നോക്കിവാൻ, ശരിയാ, ഞാൻ കള്ളിയാ, ഞാൻ മോഷ്ടിക്കാറുണ്ട്, പക്ഷെ ഞാൻ ഒരു കൊലപാതകയല്ല. ഞാൻ ആ സ്ഥലത്തുണ്ടായിരുന്നു എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് എന്നെ സസ്പെക്ട് ചെയ്യുന്നത്. സത്യം ഓർത്തു വരുമല്ലോ, അപ്പം അറിയാം. ശരിക്കും പറഞ്ഞാൽ എന്നെക്കാളും കള്ളം നീയാ. നീ എന്നാ നിപ്പിലല്ലേ കള്ളത്തിനും വിളിച്ചു പറഞ്ഞത്? ഞാൻ പറഞ്ഞ കള്ളങ്ങൾ ഇതുവരെ ആരെയും മോശമായിട്ട് പതിച്ചിട്ടില്ല. ഡു യു തിങ്ക് സോ? നിന്നെ ഇവിടെ എന്തിനാ കൊണ്ടുവന്നതെന്ന് എനിക്കറിയാലോ. സോ ആ കാര്യം മാത്രം നീ നോക്കിയാൽ മതി.